പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ യൂണിറ്റ് 1 മേരാ ഘർ പ്യാരാ ഘർ എന്നുള്ള ആ ചാപ്റ്റർ വൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ 1-2 പ്രവർത്തനങ്ങളൊന്നും ചെയ്തു കഴിഞ്ഞു. അതിൽ നമ്മൾ തുടക്കം സംഭാഷണമായിരുന്നു. രാകേഷും അവൻ്റെ ഉമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് അല്ലേ? വക്ത് കോനെ കാ നഹി, സമയം പാഴാക്കാനുള്ളതല്ല പറഞ്ഞിരുന്നു. ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? ഉമ്മയും രാകേഷും. ഞാൻ ജസ്റ്റ് വായിച്ചു പോകാം. അമ്മി: രാകേഷ് ക്യാ കർ രഹേ ഹോ, എന്താ രാകേഷ് നീ ചെയ്യണത്? അപ്പോൾ രാകേഷ്: ദേഖിയേ അമ്മി, ഉമ്മ നോക്കൂ, ബച്ചേ കേൽ രഹേ ഹേ, കുട്ടികൾ കളിക്കുകയാണ്. മേം ബി ഉൻകെ സാത്ത് കേലൂ, ഞാനും അവരുടെ കൂടെ കളിച്ചോട്ടെ. അമ്മി: ക്യാ ട്യൂഷൻ കേലിയെ നഹി ജാവുങ്കെ, ട്യൂഷൻ നീ പോകുന്നില്ലേ? രാകേഷ്: നെയ് അമ്മി, ഇല്ല. മേം ബി ഉൻകെ സാത്ത് കേലൂങ്ക, ഞാൻ അവരുടെ കൂടെ പോയി കളിക്കുകയാണ്. ആ ചുട്ടിയാന ഇന്ന് ഒഴിവല്ലേ, ഇന്ന് പഠിക്കുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. അതായിരുന്നു നമ്മൾ വായിച്ചു തന്നിരുന്നത്. അതിന് ശേഷം ഉമ്മ പറയുന്ന ഡയലോഗ്: വോ ബച്ചേ തോ പടായി പർ തവജ്ജ നഹി ദേത്തെ, ആ കുട്ടികൾ പഠിക്കാൻ ശ്രദ്ധിക്കാത്ത കുട്ടികൾ, പഠനത്തിലൊന്നും വലിയ ശ്രദ്ധ ഇല്ലാത്ത താല്പര്യമില്ലാത്ത കുട്ടികളാണ്. നീ പോയിട്ട് ജൽദി ആവോ ഓർ പഠനേ പോയിട്ടോ, നീ പോയിട്ട് പഠിക്കാനിരുന്നോ എന്ന് പറഞ്ഞു ഉമ്മ. നഹി തോ അബ്ബാ ജാൻ നാരാസ് ഹോ ജായെങ്കിൽ, ഇല്ലെങ്കിൽ ഉപ്പ ദേഷ്യം വരും, ചീത്ത പറയും, വഴക്കുണ്ടാകും എന്നൊക്കെ പറഞ്ഞു. അതായിരുന്നു നമ്മൾ തന്ന പ്രവർത്തനം. അതിന് ശേഷം തന്ന പ്രവർത്തനം: മായുസ് സോക്കർ രാകേഷ് ആങ്കന്മേ ആ ബൈട്ട, നിരാശനായിട്ട് രാകേഷ് മുറ്റത്ത് വന്നിരുന്നു. എന്നിട്ട് അവന് ആ കുട്ടികളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അതിനുശേഷം മായുസ് സോക്കർ രാകേഷിന് ക്യാ സോച്ചാവുക, എന്തായിരുന്നു ആലോചിച്ചിട്ടുണ്ടാവുക എന്ന് ചെയ്യാൻ തന്നു. നിങ്ങൾ കുറച്ച് കുട്ടികൾ ചെയ്തു. ചന്ത് ജുംലെ ലിഖിയേ, ജുംല എന്ന് പറഞ്ഞാൽ വാചകങ്ങൾ ഉണ്ടാക്കുക, സെൻറ്റൻസ് ഉണ്ടാക്കുക. പിന്നെ രണ്ടാമത്തെ പ്രവർത്തനം ഇതാണ്: ബച്ചോ ആപ്കോ കേൽ പസന്ത് ഹേ, നിങ്ങൾക്ക് കളി ഇഷ്ടമല്ലേ? ചന്ത് കേലും കെ നാം ബത്തായേ, കുറച്ച് കളികളെ പേര് പറഞ്ഞോളൂ. അപ്പോൾ പേരുകൾ നിങ്ങൾ എഴുതിയിരുന്നു. ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, ടെന്നീസ് ഒക്കെ എഴുതിയിരുന്നു. എന്നിട്ട് കിസി പസന്ദീദ കേൽസ് താലുക്ക് രഖ്നെ വാലെ അൽഫാസ് ലിഖിയേ, ഏതെങ്കിലും ഇഷ്ടപ്പെട്ട കളിയെക്കുറിച്ച് നിങ്ങൾ കുറച്ച് പദങ്ങൾ എഴുതുണ്ടാക്കുക, ജുംലകൾ ഉണ്ടാക്കുക. അപ്പോൾ ഫുട്ബോളാണെങ്കിൽ ഫുട്ബോൾ അച്ഛാ കേൽ ഹേ, ഫുട്ബോൾ മുജെ പസന്ത് ഹേ, ഫുട്ബോൾ എനിക്കിഷ്ടമാണ്. ഫുട്ബോളിൽ 11 ആൾക്കാർ കളിക്കാം. അപ്പോൾ ഫുട്ബോൾ മേ 11 എന്താ പറയുക? 11 ഖിലാഡിയാ കേൽത്തെ ഹേ. അല്ലെങ്കിൽ ഫുട്ബോൾ പന്ത് കൊണ്ടാണ് കളിക്കണേ, ഫുട്ബോൾ ഗേന്ദ് സേ കേൽത്തെ ഹേ. കുറേ കുട്ടിയൊക്കെ തിരുത്തി അയച്ചു തന്നിരുന്നു, നന്നായിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു ജുംല ചെയ്യാനുള്ള ഒരു പ്രവർത്തനമായിരുന്നു. ചെയ്യാത്ത ആൾക്കാർ അത് കംപ്ലീറ്റ് ആക്കുക. ശരി, അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത പാടല്ല, അടുത്ത പേജിൽ ഇതിൻ്റെ ബാക്കി തുടർച്ച വായിച്ചു പോവാം. ഇത്തനേമേ ദാദി മാം ഉസ്കെ പാസ് ആയേ, ഇത്രക്കായപ്പം ദാദി മാം, ഉമ്മാൻ്റെ ഉമ്മക്കാണ് ദാദി മാം എന്ന് പറയുന്നത്. അപ്പം ഉപ്പൻ്റെ അമ്മ ദാദി മാം. അപ്പോൾ ഇത്തനേമേ ഇത്രക്കായപ്പം ദാദി മാം ഉസ്കെ പാസ്സായി, അവരുടെ അടുത്തേക്ക് വന്നു. ആരുടെ അടുത്തേക്ക്? രാകേഷിൻ്റെയും അവൻ്റെ ഉമ്മൻ്റെ അടുത്തേക്കും വന്നു. ദാദി മാം: ക്യാ ബാത് ഹേ ബേട്ട, എന്താ മോനെ, എന്താ വിശേഷം? ക്യാ ബാത് ഹേ ബേട്ട, ഹൗ ആർ യു, അല്ലെങ്കിൽ എന്താ വിശേഷം? ഇത്തിനി ഉദാസ് ക്യൂ ഹോ, നിനക്ക് എന്താ അത്ര ടെൻഷൻ, എന്താ ഇപ്പം എൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. ഉദാസരം, ടെൻഷൻ. അപ്പോൾ രാകേഷ് ഉമ്മമ്മനോട് പറയാണ്: ദേഖിയേ ദാദി മാ, ഉമ്മമ്മ നോക്കൂ, വഹാൻ സബ് ബച്ചേ കേൽ രഹേ ഹേ, അവിടെ എല്ലാ കുട്ടികളും കളിച്ചാൻ പോയിക്കണ്. ഓർ മേ യഹാ, ഞാൻ ഇവിടെ ഒറ്റക്ക്. പിന്നെ ബാക്കിയോ മുഴുവനാക്കുന്നില്ല. അപ്പോൾ അതിന് കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? ദാദിമ: കോയ് ബാത് നഹി യഹാം ആവോ ബേട്ടാ, കോയ് ബാത് നഹി, ആന്ന് സാരല്ല, യഹാം ആവോ ബേട്ടാ, ഇങ്ങോട്ട് വാ. മേ ഏക് ഖുഷി കി ബാത് സുനാവോ, ഞാനൊരു ഗുഡ് ന്യൂസ്, ഒരു ഹാപ്പി ന്യൂസ് നിനക്ക് പറഞ്ഞു തരട്ടെ, ഒരു സന്തോഷ വാർത്ത പറയട്ടെ എന്ന് ചോദിച്ചു. കൽ, നാളെ, ഖാലാജാൻ കി ബേട്ടിക്ക് ഷാദി ഹേ, ഖാലാജാൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞാമ്മ, ഉമ്മൻ്റെ അനിയത്തി കുഞ്ഞാമ്മ, ചിലയിടത്ത് ഇളയമ്മ ഒക്കെ പറയും നമ്മൾ. ഖാലാജാൻ കി ബേട്ടിക്ക് ഷാദിയാണ്, ഷാദി എന്ന് പറഞ്ഞാൽ കല്യാണമാണ് നാളെ. ഹം സബ് മിൽക്കർ, നമ്മളെല്ലാവരും ജായെങ്കിൽ, നമ്മളെല്ലാവരും ആ കല്യാണത്തിന്, കുഞ്ഞാമ്മാൻ്റെ മോളെ കല്യാണത്തിന് പോവും. അതാണ് ആ സന്തോഷ വാർത്ത പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇനി വായിക്കണ്ടല്ലോ. ഇത്തനേമേ ദാദി മാം ഉസ്കെ പാസ്സായി. അത് നിങ്ങൾ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. അതിലുള്ള പ്രവർത്തനം തരാം കേട്ടോ.
ദാദി മാം और രാകേഷ് की गुफ्तगू को ആകെ ബഡായി. ദാദി അമ്മയും രാകേഷും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. നിങ്ങളൊന്ന് അത് സ്വന്തമായിട്ട് സംഭാഷണം ഉണ്ടാക്കുക. ഗുഫ്തഗു കോൺവെർസേഷൻ അല്ലെങ്കിൽ സംഭാഷണം, അത് ഉണ്ടാക്കാനുള്ളതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. രാകേഷ് ആദ്യം ഒരു ചോദ്യം ചോദിക്കുകയാണ്. അവൻ്റെ ദാദിമാൻ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മദർ, ഉമ്മമ്മ. കൽ കബ് ജായെങ്കി, കൽ എറ നാളെ അല്ലെങ്കിൽ ഇന്നലെ, രണ്ടർത്ഥമുണ്ട് കല്ലുന്നുണ്ട്. നാളെ എപ്പോഴാണ് കല്യാണത്തിന് പോവുക ഉമ്മമ്മ? അപ്പോൾ ദാദിമാമ എന്താ പറയുക? നാളെ ഇത്ര മണിക്കാണ് പോവുക. അപ്പം നാളെ എന്നുള്ള ഉറുദു പടത്തിലുണ്ട് കൽ. അപ്പം 10 മണിയാണെങ്കിൽ 10 ബജെ, 5 മണിയാണെങ്കിൽ 5 ബജെ, 1 മണിക്കാണ് 1 ബജെ. അത് നിങ്ങൾ പൂരിപ്പിക്കുക. കൽ 10 ബജെ ജായെങ്കെ ബേട്ട, അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ രാകേഷ് എങ്ങനെ പോവുക എന്ന് ചോദിക്കൂലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കൂലേ, അപ്പോൾ അത് ആദ്യമായി ഉത്തരം പറയും. അത് നിങ്ങൾ ഉറുദുവിൽ പൂരിപ്പിക്കുക. അത്ര കേട്ടോ. ഇതാണ് നിങ്ങൾക്ക് തന്ന പ്രവർത്തനം. ഇത് നിങ്ങൾ ചെയ്യുക. ബാക്കി ഇനി വെള്ളിയാഴ്ച അടുത്ത ക്ലാസ് അത് നിങ്ങൾ കാണുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ കല്യാണത്തിൽ പങ്കെടുക്കണം. അതിനോടനുബന്ധിച്ചുള്ള പാട്ടുകളും ആഘോഷങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ഈ പ്രവർത്തനം ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഗ്രൂപ്പിലോ പേഴ്സണലായിട്ടോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഓൾ ദ ബെസ്റ്റ്. ശുക്രിയ. ഖുദാ ഹാഫിസ്.